ഒരു മഹാസംഭവം നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. നമ്മുടെ സ്വന്തം ലാലേട്ടൻ, മമ്മൂക്ക, ഫഹദ് ഫാസിൽ, ഇന്ദ്രൻ സേട്ടൻ, പാർവതി, അപർണ ബാലമുരളി, അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്ന ഒരു ആന്തോളജി. അതും ലെജൻഡ് MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയുമാണ്. പിന്നെ ഡയറക്റ്റ് ചെയ്യുന്നത് പ്രിയദർശൻ, രഞ്ജിത്ത്, ശ്യാമപ്രസാദ്, മഹേഷ് നാരായണൻ തുടങ്ങി ഡയറക്ടേഴ്സിൻ്റെ നിരയിലാണെങ്കിലും ഒരു താരസാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഗോയിങ് ടു ബി സംതിങ് ബിഗ് ആൻഡ് അമേസിങ്. മനോരഥങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കണ്ടു നോക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒച്ചോ പൊളി. അമ്മോ, ഇത് ഏത് വർഷം എടുത്തത്? എനിക്ക് കുറച്ച് പറയാനുണ്ട്. എൻ്റെ പൊന്നു ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ലുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, അവർ ഭയങ്കര യങ്ങായിപ്പോയി. അതൊക്കെ ഇത് ഏത് കാലത്തെടുത്ത് ഷൂട്ട് ചെയ്ത്, പണ്ടങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും അടിപൊളി. അത് മാത്രമല്ല, ഓ അടിപൊളി അടിപൊളി. ബാക്കി കാണാം. ആസിഫിൽ ലുക്ക്. This is going to be epic, man. Oh, can't wait to see. കാസ്റ്റ് തന്നെ ഓ പൊളി. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു. ഗ്രാമത്തിൻ്റെ പ്രകൃതി മാറി, മനുഷ്യർ മാറി. ആരെയോ ബോധിപ്പിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് എൻ്റെ ഗ്രാമം. ഇതിനു മുമ്പ് കേരള കഫേയിലും അതുപോലെ തന്നെ അഞ്ചു സുന്ദരികളിലൊക്കെ ഇത്തരത്തിൽ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ബൈ ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് ഇതും. ഇത് MT സാറിൻ്റെ ഡിഫറെൻറ്റ് കഥകളാണ് ഇതിലുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന സിനിമ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ മോനെ, എപ്പിക് ലെവലൊരു ഐറ്റമാണ് വരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, MT സാറിൻ്റെ കഥകളെന്ന് പറയുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ലിവ് ലൈക്ക് ഫോർ എവർ. അതിൻ്റെ കൂടെ നമ്മുടെ മഹാനടന്മാരുടെ പെർഫോമൻസ് വരുന്നുണ്ട്. അതാണ് എന്താ പറയുക, വളരെ എക്സൈറ്റിംഗ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ രണ്ടുപേരും മാത്രമല്ല ഞാൻ പറയുന്നത്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഹെവി പെർഫോമൻസാണ്. നമുക്കറിയാം അവരാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ ഡയറക്ടേഴ്സ്, എല്ലാവരുടെയും കയ്യിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പോഴും ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അത്രയും എക്സൈറ്റഡ് ആവുന്ന ഒരു സൂപ്പർ ട്രെയിലറാണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോൾ ഒരു എക്സൈറ്റിംഗ് ആയ ഒരു സംഭവം എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ ലുക്കാണ്. അപ്പം ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് വരാനായിട്ട് ഒരുപാട് എക്സൈറ്റിംഗ് ആണ്. ഓഗസ്റ്റ് 15 വരെ വെയിറ്റ് ചെയ്യണം. ഇറ്റ്സ് എ റിലീസ്, നല്ലൊരു റിലീസിങ് ഡേറ്റ് കൂടിയാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. സോ എന്താ പറയുക, എക്സൈറ്റഡ് അത്രയേ ഉള്ളൂ ഇപ്പോൾ ട്രെയിലറിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.